ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മഴക്കാലത്ത് തയ്യാറാക്കുന്ന ഒരു പൊടിയാണ് ഇത്. കാരണം ചുമക്കാണ് ഈ പൊടി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മോനിപ്പോൾ ചുമ പിടിപെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അവന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് കുറച്ച് ആടലോടകത്തിൻ്റെ ഇലയാണിത്. അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തുളസിയുടെ ഇല അതും നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ തിരുനെല്ലി എന്ന് പറയുന്ന അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അതും കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇത് നമ്മളൊന്ന് ആദ്യം കട്ട് ചെയ്ത് എടുക്കണം. കാരണം ഇതൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് കുരുമുളക് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കരിഞ്ജീരകം, ചെറിയ ജീരകവും കുറച്ച് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിയാണ്. അപ്പോൾ അരിയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഈ അരി ഒന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോഴാണ് ഉള്ളൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഒട്ടും കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇലകളൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ 2 ഇലയും ഒരുമിച്ചാണ് വാട്ടിയെടുക്കുന്നത്. അതുപോലെ തുളസിയുടെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചിട്ടാണ് എല്ലാം വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ച് നോക്കിയാൽ അറിയാം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതായിട്ടുണ്ട്, പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് തിരുനെല്ലി, അത് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊടി ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കുത്തി ചുമക്കൂലേ, കഫക്കെട്ട് അല്ലാതെയും ഈ തൊണ്ട ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴുള്ള ഒരു ചുമയില്ലേ, ആ ഒരു ടൈമിലാണ് ഈ ഒരു പൊടി അത്രക്കും യൂസ്ഫുൾ ആകുന്നത്. ഇത് വായിലിട്ടിട്ട് അലിയിച്ച് തിന്നുമ്പോൾ അത്രക്കും ഒരു എഫക്റ്റാണ് നമ്മുടെ തൊണ്ടയിലേക്ക് ഒരു പൊടി പോകുമ്പോഴേ. കുറച്ചാക്കിയിട്ട് തിന്നണം. അപ്പോഴാണ് ആ ചുമ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുക. ഇനി നമ്മൾ കുരുമുളകും ചെറിയ ജീരകവും കൂടി ഒരുമിച്ച് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം തണിയാൻ കാക്കണ്ട. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കൽക്കണ്ടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഈ വീഡിയോ ആയിട്ടില്ല കേട്ടോ. അത് നമ്മളൊരു മധുരത്തിന് വേണ്ടി, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോഴേ അവർക്കൊക്കെ മധുരം വേണമല്ലോ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം, കൽക്കണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിൽ പിന്നെ കീപ്പ് ചെയ്ത് വെക്കാം. നാശമായി പോകുമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 1/4 ടീസ്പൂൺ ഒന്ന് തൊണ്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് അലിയിച്ച് എടുത്താൽ മതി. അപ്പോൾ ചുമക്ക് അത്രയ്ക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കും സബും ഹൈപ്പും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്